ഒരൊറ്റ വെട്ടിന് സ്വന്തം അമ്മയുടെയും സഹോദരന്മാരുടെയും ശിരസ്സറുക്കാൻ മടിക്കാത്ത ഒരു പുത്രൻ. 1000 കൈകളുള്ള അതിശക്തനായ ഒരു ചക്രവർത്തിയെ നിസാരമായി നേരിട്ട ഒരു ബ്രാഹ്മണൻ. ലോകത്തെ 21 തവണ രക്തത്തിൽ മുക്കിയ ഒരു പോരാളി. ആരാണീ പരശുരാമൻ? ഭക്തിയോടെ പ്രാർത്ഥിച്ചപ്പോൾ ഉണ്ടായതല്ല ഈ അവതാരം, മറിച്ച് ഒരബദ്ധത്തിൽ നിന്ന് ഉദയം കൊണ്ടതാണ്. സ്വന്തം പിതാവിന്റെ ഘാതകരെ തിരഞ്ഞു പുറപ്പെട്ട ആ മഴുവിന്റെ മുനയിൽ ഭൂമിയിലെ സകല അധർമ്മികളും വിറച്ചു. എന്നാൽ അഹങ്കാരമെല്ലാം ശമിച്ച് അദ്ദേഹം തന്റെ ആയുധങ്ങൾ ഉപേക്ഷിക്കേണ്ടി വന്ന ആ നിമിഷം. എല്ലാവർക്കും ഇക്ലിപ്സ് സ്റ്റോറീസിലേക്ക് സ്വാഗതം. ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. കാലം സാക്ഷ്യം വഹിച്ച ആ മഹായുദ്ധങ്ങളുടെയും തപസ്സിന്റെയും ഇതിഹാസത്തിലേക്ക്, അഥവാ ഭാർഗവരാമന്റെ വിസ്മയിപ്പിക്കുന്ന കഥയിലേക്ക് നമുക്ക് കടക്കാം. മഹാവിഷ്ണുവിന്റെ ദശാവതാരങ്ങളിൽ ഏറ്റവും സവിശേഷമായ ഒന്നാണ് പരശുരാമാവതാരം. മറ്റവതാരങ്ങളെല്ലാം ലോകനന്മയ്ക്കായി ദേവന്മാരോ ഭക്തരോ പ്രാർത്ഥിച്ചപ്പോഴുണ്ടായതാണെങ്കിൽ പരശുരാമന്റെ ജനനം ഒരബദ്ധത്തിൽ നിന്നോ അല്ലെങ്കിൽ വിധിയുടെ ഒരു വിചിത്രമായ നീക്കത്തിൽ നിന്നോ ആണ് സംഭവിച്ചത്. ഇതൊരു ആവേശാവതാരം എന്നാണ് അറിയപ്പെടുന്നത്. ഈ കഥ ആരംഭിക്കുന്നത് ഗാധി എന്ന രാജാവിലൂടെയാണ്. അദ്ദേഹത്തിന് സത്യവതി എന്ന അതിസുന്ദരിയും സുഗുണവതിയുമായ ഒരു മകളുണ്ടായിരുന്നു. പുത്രന്മാരില്ലാതിരുന്ന ഗാധിരാജാവിന് തന്റെ ഏക മകൾ പ്രാണനായിരുന്നു. ഭൃഗുമഹർഷിയുടെ പുത്രനായ ഋചീകൻ എന്ന ബ്രാഹ്മണൻ സത്യവതിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. അദ്ദേഹം രാജസദസ്സിലെത്തി തന്റെ ആഗ്രഹം പ്രകടിപ്പിച്ചു. എന്നാൽ ഒരു മഹർഷിക്ക് തന്റെ രാജകുമാരിയെ നൽകാൻ ഗാധിക്കൽപ്പം മടിയുണ്ടായിരുന്നു. എങ്കിലും നേരിട്ട് വിസമ്മതിക്കുന്നത് ശാപത്തിന് കാരണമായേക്കുമെന്ന് ഭയന്ന രാജാവ് ഒരസാധ്യമായ ഒരു നിബന്ധന മുന്നോട്ട് വച്ചു. സ്ത്രീധനമായി ഒരു പ്രത്യേകതരം കുതിരകളെ നൽകുന്നവന് മാത്രമേ തന്റെ മകളെ വിവാഹം ചെയ്ത് നൽകൂ എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. സാധാരണഗതിയിൽ ഇത്തരമൊരു കുതിരയെ കണ്ടെത്തുക തന്നെ പ്രയാസമാണ്. അപ്പോഴാണ് 1000 എണ്ണം. എന്നാൽ ഋചീകൻ തന്റെ തപശക്തിയാൽ വരുണദേവനെ പ്രീതിപ്പെടുത്തുകയും ഗംഗാതീരത്ത് നിന്ന് അത്തരത്തിലുള്ള 1000 കുതിരകളെ വരുത്തുകയും ചെയ്തു. നിബന്ധന പാലിക്കപ്പെട്ടതോടെ ഗാധിരാജാവിന് സത്യവതിയെ ഋചീകനു വിവാഹം ചെയ്തു കൊടുക്കേണ്ടി വന്നു. ഋചീകനും സത്യവതിയും വനത്തിലെ ആശ്രമത്തിൽ ജീവിതം ആരംഭിച്ചു. ഒരു രാജകുമാരിയായി വളർന്ന സത്യവതി യാതൊരു പരാതിയും കൂടാതെ ആശ്രമധർമ്മങ്ങൾ പാലിച്ചു പോന്നു. കാലങ്ങൾ കടന്നുപോയി. തനിക്ക് പുത്രന്മാരില്ലാത്തതിൽ ഗാധിരാജാവ് ദുഃഖിതനായിരുന്നു. സത്യവതിക്കും മക്കളുണ്ടായില്ല. ഒരിക്കൽ സത്യവതി തന്റെ ഭർത്താവിനോട് തനിക്കും തന്റെ അമ്മയ്ക്കും പുത്രന്മാരുണ്ടാകാൻ അനുഗ്രഹിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. ഇത് പരശുരാമന്റെ ജനനത്തിലേക്ക് നയിച്ച പ്രധാന വഴിത്തിരിവായി മാറി. സത്യവതിയുടെ അഭ്യർത്ഥനപ്രകാരം ഋചീകൻ 2 തരം ദിവ്യമായ പായസങ്ങൾ തയ്യാറാക്കി. ഒന്ന് ബ്രാഹ്മണ തേജസ്സുള്ള പുത്രനു വേണ്ടിയായിരുന്നു. രണ്ടാമത്തേത് ക്ഷത്രിയ വീര്യമുള്ള പുത്രനു വേണ്ടിയായിരുന്നു. ഋചീകൻ സത്യവതിയോട് പറഞ്ഞു, ഈ പാത്രത്തിലെ പായസം നീ കഴിക്കുക, മറ്റേ പാത്രത്തിലേത് നിന്റെ അമ്മയ്ക്ക് നൽകുക. നീ ആലിംഗനം ചെയ്യേണ്ടത് അത്തിവൃക്ഷത്തെയാണ്, നിന്റെ അമ്മ ആലിംഗനം ചെയ്യേണ്ടത് ആൽവൃക്ഷത്തെയാണ്. ഈ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചാൽ അവർക്ക് യോഗ്യരായ പുത്രന്മാർ ജനിക്കുമെന്നായിരുന്നു മഹർഷിയുടെ വാക്ക്. എന്നാൽ വിധി മറ്റൊന്നായിരുന്നു. സത്യവതിയും അമ്മയും പായസപാത്രങ്ങൾ പരസ്പരം മാറി ഉപയോഗിച്ചു. അതുപോലെ അവർ ആലിംഗനം ചെയ്ത മരങ്ങളും മാറിപ്പോയി. സത്യവതി വിചാരിച്ചു, മഹർഷി തന്റെ ഭാര്യയ്ക്ക് നൽകിയത് കൂടുതൽ ഗുണമുള്ള പായസമായിരിക്കുമെന്ന്. ഈ സ്വാർത്ഥതയും തെറ്റിദ്ധാരണയും ആ വംശത്തിന്റെ ഗതി തന്നെ മാറ്റിമറിച്ചു. ധ്യാനത്തിൽ നിന്നുണർന്ന ഋചീകൻ തന്റെ ദിവ്യദൃഷ്ടിയാൽ സംഭവിച്ച തെറ്റു മനസ്സിലാക്കി അത്യന്തം ദുഃഖിതനായി. ഋചീകൻ സത്യവതിയോട് പറഞ്ഞു, സത്യവതി, വലിയൊരു അബദ്ധം സംഭവിച്ചിരിക്കുന്നു. നിന്റെ ഗർഭത്തിൽ ഇപ്പോൾ വളരുന്നത് ഒരു ബ്രാഹ്മണനല്ല, മറിച്ച് ക്ഷത്രിയന്റെ ക്രൂരതയും വീര്യവുമുള്ള ഒരു പുത്രനാണ്. നിന്റെ അമ്മയുടെ ഗർഭത്തിൽ ജനിക്കാൻ പോകുന്നത് ബ്രാഹ്മണ സ്വഭാവമുള്ള ഒരു ക്ഷത്രിയനായിരിക്കും. സത്യവതി പരിഭ്രാന്തയായി. ഒരു ബ്രാഹ്മണ പത്നിയായ തനിക്ക് ക്രൂരനായ ഒരു മകൻ ജനിക്കുന്നത് അവൾക്ക് ചിന്തിക്കാൻ പോലും കഴിഞ്ഞില്ല. സത്യവതി തന്റെ ഭർത്താവിന്റെ പാദങ്ങളിൽ വീണ് അപേക്ഷിച്ചു, ഭഗവാനെ, എന്റെ മകൻ ക്രൂരനാകരുത്. ആ ക്ഷത്രിയ ഗുണം എന്റെ മകനിൽ വേണ്ട. വേണമെങ്കിൽ അതിന്റെ കൊച്ചുമകനിൽ വന്നോട്ടെ. സത്യവതിയുടെ കണ്ണുനീർ കണ്ട ഋചീകൻ തന്റെ തപശക്തിയാൽ ആ മാറ്റം അനുവദിച്ചു. അങ്ങനെ സത്യവതിക്ക് സമാധാനപ്രിയനായ ജമദഗ്നി ജനിച്ചു. എന്നാൽ സത്യവതി ഭയപ്പെട്ട ആ ഗൗരവം ജമദഗ്നിയുടെ പുത്രനായി, അതായത് സത്യവതിയുടെ കൊച്ചുമകനായി ജനിച്ച രാമനിൽ പ്രതിഫലിച്ചു. ഈ അബദ്ധം കേവലം ഒരു യാദൃച്ഛികതയല്ല, മറിച്ച് ലോകത്തിലെ അധർമ്മം നശിപ്പിക്കാൻ
വിഷ്ണു ഭഗവാൻ തിരഞ്ഞെടുത്ത ഒരു വഴിയായിരുന്നു. ബ്രാഹ്മണന്റെ അറിവും ക്ഷത്രിയന്റെ ആയുധവീര്യവും ഒത്തുചേർന്ന ഒരു അത്ഭുത ശിശുവിനായി കാലം കാത്തിരിക്കുകയായിരുന്നു. സത്യവതിയുടെ ഉദരത്തിൽ ജമദഗ്നി വളർന്നപ്പോൾ തന്നെ ആ ആശ്രമത്തിൽ ഒരു ദൈവീക പ്രഭ നിറഞ്ഞുനിന്നു. എന്നാൽ വിധി കാത്തുവെച്ചത് ജമദഗ്നിയുടെ മകനായ രാമനിലൂടെയുള്ള അവതാര പൂർത്തീകരണമായിരുന്നു. ഈ വംശപരമ്പരയിലെ ഓരോ കണ്ണിയും ഓരോരോ പ്രത്യേകതകളാൽ അനുഗ്രഹീതമായിരുന്നു. ഋചീകൻ നൽകിയ ആ പായസത്തിന്റെ ശക്തി തലമുറകളോളം കൈമാറപ്പെട്ടു. സത്യവതിക്ക് ജനിച്ച ജമദഗ്നി സകല വേദങ്ങളിലും നിപുണനായി. അദ്ദേഹം തന്റെ തപസ്സിലൂടെ ബ്രഹ്മർഷി പദവിയിലേക്ക് ഉയർന്നു. എങ്കിലും അദ്ദേഹത്തിന്റെ രക്തത്തിൽ എവിടെയോ ആ ക്ഷത്രിയ വീര്യം ഉറങ്ങിക്കിടപ്പുണ്ടായിരുന്നു. ജമദഗ്നിയുടെ വിവാഹം ഇക്ഷ്വാകു വംശത്തിലെ രേണുക രാജകുമാരിയുമായിട്ടായിരുന്നു. രാജകീയ സുഖസൗകര്യങ്ങൾ ഉപേക്ഷിച്ച് രേണുക ജമദഗ്നിയുടെ വലത്തിലെ ആശ്രമത്തിലെത്തി. അവിടെ അവർ ശാന്തമായി വസിച്ചു. എന്നാൽ കാലം തന്റെ കരുക്കൾ നീക്കി തുടങ്ങുകയായിരുന്നു. അവരുടെ 5ാമത്തെ പുത്രനായി രാമൻ ജനിച്ചപ്പോൾ ആകാശം പുഷ്പവൃഷ്ടി നടത്തിയെന്നും ദേവന്മാർ ആനന്ദിച്ചെന്നും പുരാണങ്ങൾ പറയുന്നു. ബാലനായ രാമൻ തന്റെ പിതാവിൽ നിന്ന് വേദങ്ങളും മാതാവിൽ നിന്ന് സ്നേഹവും സ്വാംശീകരിച്ചു. എന്നാൽ അവന്റെ കണ്ണുകളിൽ ഒരു തിളക്കമുണ്ടായിരുന്നു. അത് യുദ്ധത്തിൻ്റേതായിരുന്നു. കാട് അവനെ സംബന്ധിച്ചിടത്തോളം ഒരു വിദ്യാലയമായിരുന്നു. മൃഗങ്ങളോടും പക്ഷികളോടും സംവേവിക്കുമ്പോഴും അവന്റെ കൈകൾ വില്ലും അമ്പും തേടി അലഞ്ഞുകൊണ്ടിരുന്നു. ഇതാണ് പരശുരാമന്റെ വിസ്മയിപ്പിക്കുന്ന ബാല്യകാലം. സത്യവതിയുടെ പുത്രനായ ജമദഗ്നി വളർന്നു വലുതായി ഒരു മഹാതപസ്വിയായി മാറി. അദ്ദേഹം പ്രശസ്തമായ ഭൃഗുവംശത്തിന്റെ മഹിമ ഉയർത്തിപ്പിടിച്ചു. ജമദഗ്നി രേണുകാദേവിയെ വിവാഹം കഴിച്ചു. അവർ അതിമനോഹരമായ ഒരാശ്രമത്തിൽ വസിച്ചുപോന്നു. ജമദഗ്നി തന്റെ തപസ്സിലൂടെ അസാമാന്യമായ സിദ്ധികൾ കൈവരിച്ചിരുന്നു. അവർക്ക് 5 പുത്രന്മാരുണ്ടായിരുന്നു: രുമൺവാൻ, സുഷേണൻ, വസു, വസുവസവു, പിന്നെ എല്ലാവരിലും ഇളയവനായി രാമൻ. ഈ രാമനാണ് പിന്നീട് പരശുരാമൻ എന്നറിയപ്പെട്ടത്. ഈ കാലഘട്ടത്തിൽ ആയുധങ്ങളുടെ ലോകത്തും വലിയ ചില മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരുന്നു. പരമശിവന്റെ പക്കൽ 2 ദിവ്യധനസ്സുകളുണ്ടായിരുന്നു. ഒന്ന് ശിവധനസ്സും മറ്റൊന്ന് വിഷ്ണുധനസ്സും. ലോകത്തിന്റെ ഭാവി മുൻകൂട്ടി കാണാൻ കഴിയുന്ന മഹാദേവൻ ശിവധനസ് ജനക മഹാരാജാവിന്റെ പൂർവികർക്ക് നൽകി. എന്നാൽ വിഷ്ണുധനസ് അത്യന്തം തേജസ്സുള്ള ഋചീക മഹർഷിക്കാണ് ലഭിച്ചത്. ഋചീകനിൽ നിന്ന് അത് അദ്ദേഹത്തിന്റെ പുത്രനായ ജമദഗ്നിയിലെത്തി. ഈ വിഷ്ണുധനസ് കുലയ്ക്കാനോ വഹിക്കാനോ സാധാരണക്കാർക്ക് കഴിഞ്ഞില്ല. ജമദഗ്നി മഹർഷി തന്റെ തപസ്സിനിടയിലും തന്റെ പുത്രന്മാരെ ധർമ്മനിഷ്ഠരായി വളർത്തി. ഒരു ബ്രാഹ്മണന്റെ ശാന്തതയും ഒരു ക്ഷത്രിയന്റെ പോരാട്ടവീര്യവും ഒരേപോലെ രാമനിൽ ദർശിക്കാമായിരുന്നു. രാമൻ തന്റെ പിതാവിനെ ആരാധിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പാദസ്പർശമേൽക്കാതെ രാമൻ ഒരു ദിവസവും തുടങ്ങിയിരുന്നില്ല. എങ്കിലും ജമദഗ്നിയുടെ കോപം അഗ്നി പോലെയായിരുന്നു എന്ന് രാമൻ മനസ്സിലാക്കിയിരുന്നു. രേണുകാദേവി എന്നും അതിരാവിലെ ഗംഗാതീരത്തുപോയി മണൽ കൊണ്ട് കുടം നിർമ്മിച്ച് അതിൽ വെള്ളം കൊണ്ടുവരുമായിരുന്നു. അവളുടെ പാതിവൃത്യത്തിന്റെ ശക്തി കൊണ്ടാണ് ആ മണൽക്കുടം ഉടയാതെ നിന്നിരുന്നത്. ഇതൊരു ദൈനംദിന അത്ഭുതമായിരുന്നു. ഒരു ദിവസം വെള്ളമെടുക്കാൻ പോയ രേണുകാദേവി ആകാശത്തിലൂടെ പറന്നുപോകുന്ന ചിത്രരഥൻ എന്ന ഗന്ധർവന്റെ രൂപലാവണ്യത്തിൽ ഒരു നിമിഷം ആകൃഷ്ടയായി. മനസ്സിൽ ഒരു നിമിഷം തോന്നിയ ആ മോഹം അവളുടെ ആത്മീയ ശക്തിയെ ചോർത്തിക്കളഞ്ഞു. ആ ദിവസം അവൾ എത്ര ശ്രമിച്ചിട്ടും മണൽ കൊണ്ട് കുടം നിർമ്മിക്കാൻ കഴിഞ്ഞില്ല. ഭയത്തോടെയും ലജ്ജയോടെയും അവൾ ആശ്രമത്തിൽ പിരിച്ചെത്തി. അവളുടെ ഭാവമാറ്റത്തിൽ നിന്നും ധ്യാനത്തിൽ നിന്നും ജമദഗ്നി എല്ലാം മനസ്സിലാക്കി. തന്റെ പത്നിയുടെ മനസ്സിലുണ്ടായ കളങ്കം അദ്ദേഹത്തെ പ്രകോപിതനാക്കി. ജമദഗ്നി തന്റെ മൂത്ത പുത്രന്മാരെ വിളിച്ചു. അവരോട് തന്റെ അമ്മയെ വധിക്കാൻ ആജ്ഞാപിച്ചു. എന്നാൽ അവർക്കത് അസാധ്യമായിരുന്നു. മാതൃസ്നേഹം പിതാവിനോടുള്ള ഭയത്തേക്കാൾ വലുതായിരുന്നു അവർക്ക്. ഇത് കണ്ട ജമദഗ്നിയുടെ കോപം ഇരട്ടിയായി. അവസാനം അദ്ദേഹം രാമനെ വിളിച്ചു. രാമൻ തന്റെ പിതാവിന്റെ കണ്ണുകളിലേക്ക് നോക്കി. അവിടെ കണ്ടത് ഒരു നിർദ്ദേശമല്ല, മറിച്ച് വിധിയുടെ നിശ്ചയമായിരുന്നു. പിതാവിന്റെ ആജ്ഞ അനുസരിക്കാത്ത സഹോദരന്മാരെ ജമദഗ്നി ശപിച്ചു. അവർക്ക് ബോധം നഷ്ടപ്പെടുകയും ജഡതുല്യരായി തീരുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹം രാമനോട് തന്റെ മഴുവെടുത്ത് അമ്മയായ രേണുകയുടെ ശിരസ്സറക്കാൻ കൽപ്പിച്ചു. പിതാവിന്റെ കോപത്തിന്റെ ശക്തിയും തപശക്തിയും അറിയാമായിരുന്ന രാമൻ ഒട്ടും മടിക്കാതെ തന്റെ മഴു ഊന്നി അമ്മയുടെയും ബോധരഹിതരായ സഹോദരന്മാരുടെയും തലയറുത്തു. പുത്രന്റെ ഈ അനുസരണയിൽ പ്രീതനായ ജമദഗ്നി മഹർഷി രാമനോട് എന്താണ് വരം വേണ്ടതെന്ന് ചോദിച്ചു. തന്റെ അമ്മയെയും സഹോദരങ്ങളെയും തിരികെ കിട്ടണമെന്നതായിരുന്നു രാമന്റെ ആഗ്രഹം. രാമൻ പറഞ്ഞു, പിതാവേ, എന്റെ അമ്മയ്ക്കും സഹോദരന്മാർക്കും ജീവൻ തിരികെ നൽകുക. അവർ തങ്ങൾ കൊല്ലപ്പെട്ട കാര്യം പോലും ഓർക്കരുത്. എന്റെ കയ്യിലെ ഈ പാപം കഴുകിക്കളയണം. ജമദഗ്നി പുഞ്ചിരിച്ചുകൊണ്ട് തന്റെ കണ്ണു തുറന്നു.
അദ്ദേഹം തന്റെ തപശക്തിയാൽ 5 പേർക്കും ജീവൻ നൽകി. അവർ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നതുപോലെ പുഞ്ചിരിയോടെ എഴുന്നേറ്റു. ഈ സംഭവം രാമന്റെ ജീവിതത്തിലെ ആദ്യത്തെ കഠിനമായ പരീക്ഷണമായിരുന്നു. സ്വന്തം വികാരങ്ങളെ ധർമ്മത്തിന് കീഴടക്കാൻ പഠിച്ച രാമൻ അന്നുമുതൽ പരശുരാമൻ അഥവാ മഴുവേന്തിയ രാമൻ എന്ന് അറിയപ്പെട്ടു. പിന്നീട് അദ്ദേഹം ഹിമാലയത്തിലേക്ക് പോയി പരമശിവനെ തപസ്സു ചെയ്യാൻ തീരുമാനിച്ചു. വർഷങ്ങളോളം നീണ്ട കഠിന തപസ്സിന് ശേഷം മഹാദേവൻ പ്രത്യക്ഷപ്പെടുകയും തന്റെ ദിവ്യമായ കോടാലി അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു. ആ ആയുധം വെറുമൊരു കോടാലിയല്ലായിരുന്നു. അത് ലോകത്തിന്റെ നന്മയ്ക്കായി അധർമ്മത്തെ നശിപ്പിക്കാനുള്ള ഒരടയാളമായിരുന്നു. ശിവന്റെ അനുഗ്രഹത്തോടൊപ്പം സകല ആയോധന വിദ്യകളും പരശുരാമൻ സ്വായത്തമാക്കി. അദ്ദേഹം ഭാരതവർഷത്തിലെ ഏറ്റവും കരുത്തനായ യോദ്ധാവായി മാറി. എന്നിട്ടും അദ്ദേഹം തന്റെ ആശ്രമത്തിൽ ശാന്തനായി മടങ്ങിവന്നു. ജമദഗ്നി മഹർഷി തന്റെ പുത്രന്റെ തിരിച്ചുവരവിൽ ആനന്ദിച്ചു. പരശുരാമൻ നേടിയ സിദ്ധികൾ ലോകത്തിന്റെ ഗതി മാറ്റുമെന്ന് അദ്ദേഹം അറിഞ്ഞു. ആ ആശ്രമം വീണ്ടും വേദമന്ത്രങ്ങളാൽ മുഖരിതമായി. എങ്കിലും പ്രകൃതി ഒരു വലിയ മാറ്റത്തിനൊരുങ്ങുകയായിരുന്നു. കാർത്തവീര്യാർജുനൻ എന്ന കാർമേഘം ആ ആശ്രമത്തിനു മുകളിൽ ഇരുണ്ടുകൂടി തുടങ്ങിയിരുന്നു. ദ്വാപരയുഗത്തിന്റെ സന്ധ്യാസമയത്ത് ഭാരതത്തിൽ ഹൈഹയ വംശജനായ കാർത്തവീര്യാർജുനൻ എന്ന രാജാവ് ഭരിച്ചിരുന്നു. അദ്ദേഹം ഭാരതത്തിലെ തന്നെ ഏറ്റവും വലിയ ചക്രവർത്തിമാരിൽ ഒരാളായിരുന്നു. ദത്താത്രേയ സ്വാമിയുടെ വലിയ ഭക്തനായിരുന്നു അദ്ദേഹം. കഠിനമായ തപസ്സിലൂടെ ദത്താത്രേയന്റെ അനുഗ്രഹം നേടിയ രാജാവ് 4 വലിയ വരങ്ങൾ ചോദിച്ചു വാങ്ങി. 1000 കൈകളുണ്ടാകണം, ലോകമെങ്ങും അജേയമായ ഒരു സ്വർണ്ണരഥമുണ്ടാകണം, അധർമ്മം പ്രവർത്തിക്കുമ്പോൾ തന്നെ തിരുത്താനൊരാൾ ഉണ്ടാകണം, യുദ്ധത്തിൽ ശത്രുക്കളെ ഭയപ്പെടേണ്ടി വരരുത്. ഇതായിരുന്നു ആ വരങ്ങൾ. 1000 കൈകളുള്ളതിനാൽ അദ്ദേഹം സഹസ്രാർജുനൻ എന്നറിയപ്പെട്ടു. അദ്ദേഹത്തിന്റെ ശക്തിക്കു മുന്നിൽ സമുദ്രം പോലും വഴിമാറി. അദ്ദേഹം നർമ്മദാ നദിയിലെ ഒഴുക്കിനെ തന്റെ 1000 കൈകൾ കൊണ്ട് തടഞ്ഞു നിർത്തി അഹങ്കരിച്ചിരുന്നു. ലോകം മുഴുവൻ തന്റെ വിരൽത്തുമ്പിലാണെന്ന് കരുതിയ അദ്ദേഹം ബ്രാഹ്മണരെയും മുനിമാരെയും പുച്ഛത്തോടെയാണ് കണ്ടിരുന്നത്. ഒരിക്കൽ ലങ്കാധിപനായ രാവണൻ പോലും സഹസ്രാർജുനനെ വെല്ലുവിളിച്ച് തോറ്റുപോയിട്ടുണ്ട്. രാവണനെ പിടികൂടി ഒരു കുരങ്ങനെപ്പോലെ കൊട്ടാരത്തിൽ കെട്ടിയിട്ട വീരനായിരുന്നു അദ്ദേഹം. ഇത്രയധികം ശക്തി ലഭിച്ചപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ മനസ്സിൽ അഹങ്കാരം മുളച്ചു. സഹസ്രാർജുനൻ തന്റെ പടുകൂത്തൻ സൈന്യവുമായി വേട്ടയാടാൻ പുറപ്പെട്ടു. ആയിരക്കണക്കിന് കുതിരകളും ആനകളും അണിനിരന്ന ആ സൈന്യം വനങ്ങളെ വിറപ്പിച്ചു. ദിവസങ്ങളോളം നീണ്ട നായാട്ടിനു ശേഷം അവർ തളർന്നു. അപ്പോഴാണ് നർമ്മദാ തീരത്തുള്ള ജമദഗ്നി മഹർഷിയുടെ ശാന്തമായ ആശ്രമം രാജാവിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. വിശപ്പും ദാഹവും കൊണ്ട് വലഞ്ഞ രാജാവ് സൈന്യവും അവിടെ അല്പം വിശ്രമിക്കാൻ തീരുമാനിച്ചു. തന്റെ പദവിക്ക് യോജിച്ച രീതിയിൽ ഒരു മുനി തന്നെ സ്വീകരിക്കും എന്ന് അദ്ദേഹം കരുതിയില്ല. ജമദഗ്നി മഹർഷി തന്റെ രാജകീയ അതിഥികളെ വിനയത്തോടെ സ്വീകരിച്ചു. എന്നാൽ രാജാവ് ആശ്ചര്യപ്പെട്ടത് മറ്റൊരു കാര്യത്തിലാണ്. ഒരു സാധാരണ തപസ്വിയായ ഇദ്ദേഹം എങ്ങനെ തന്റെ ലക്ഷക്കണക്കിന് വരുന്ന സൈന്യത്തിന് ഭക്ഷണം നൽകും? ജമദഗ്നി പുഞ്ചിരിച്ചുകൊണ്ട് തന്റെ കാമധേനുവിനെ വിളിച്ചു. നിമിഷനേരം കൊണ്ട് അവിടെ രാജകീയ വിരുന്നൊരുങ്ങി. വൈവിധ്യമാർന്ന വിഭവങ്ങളും മധുരപാനീയങ്ങളും കൊണ്ട് സൈന്യം തൃപ്തരായി. ഇത് രാജാവിന്റെ ഉള്ളിൽ വലിയൊരു അസൂയയ്ക്ക് കാരണമായി. ഇതുകണ്ട കാർത്തവീര്യാർജുനന്റെ മന്ത്രിമാർ രാജാവിന്റെ ചെവിയിൽ വിഷം നിറച്ചു. മഹാരാജാവേ, ഈ പശു ഒരു കാട്ടിലെ സന്യാസിയുടെ പക്കലിരിക്കേണ്ടതല്ല. ഇതങ്ങയുടെ കൊട്ടാരത്തിലിരിക്കേണ്ട രത്നമാണ്. ഒരൊറ്റ പശുവിനെ കൊണ്ട് സൈന്യത്തെ തീറ്റുന്ന ഇയാൾ നാളെ ഒരു സൈന്യത്തെ തന്നെ സൃഷ്ടിച്ചേക്കാം. രാജാവിന്റെ അഹങ്കാരവും ആർത്തിയും വർദ്ധിച്ചു. അദ്ദേഹം ജമദഗ്നിയോട് പശുവിനെ നൽകാൻ ആവശ്യപ്പെട്ടു. പകരമായി കോടിക്കണക്കിന് പശുക്കളെയും ഭൂമിയും നൽകാമെന്നു പറഞ്ഞു. ജമദഗ്നി ശാന്തനായി മറുപടി നൽകി. മഹാരാജാവേ, ഈ പശു എൻ്റെ യാഗങ്ങൾക്കും അതിഥി സൽക്കാരത്തിനും വേണ്ടിയുള്ളതാണ്. ഇത് വിൽപ്പനയ്ക്കുള്ളതല്ല. ദേവന്മാർ എനിക്ക് തന്ന ഈ ദാനം കൈമാറാൻ എനിക്ക് അധികാരമില്ല. രാജാവിൻ്റെ മുഖം ചുവന്നു. തന്നെപ്പോലൊരു ചക്രവർത്തിയെ ഒരു സന്യാസി എതിർക്കുന്നത് അദ്ദേഹത്തിന് സഹിക്കാനായില്ല. അധികാരത്തിന്റെ ലഹരിയിൽ അദ്ദേഹം സന്യാസിയുടെ വിനയത്തെ ബലഹീനതയായി തെറ്റിദ്ധരിച്ചു. ഉടനെ അദ്ദേഹം തന്റെ സൈനികരോട് പശുവിനെ ബലമായി പിടിച്ചെടുക്കാൻ ഉത്തരവിട്ടു. സൈനികർ ആശ്രമം തകർക്കാൻ തുടങ്ങി. അവർ പശുവിനെ കയറുകൊണ്ട് വരിഞ്ഞു മുറുക്കി. പശു ദയനീയമായി മഹർഷിയെ നോക്കി കരഞ്ഞു. ജമദഗ്നി തന്റെ മന്ത്രശക്തിയാൽ പ്രതിരോധിക്കാൻ ശ്രമിച്ചെങ്കിലും സൈന്യം അദ്ദേഹത്തെ ശാരീരികമായി ഉപദ്രവിച്ചു. ഒരു വൃദ്ധനായ മുനിയെ അവർ ക്രൂരമായി മർദ്ദിച്ചു. അവസാനം കാമധേനുവിനെയും അവളുടെ കിടാവിനെയും സൈന്യം ബലമായി മഹിഷ്മതിയിലേക്ക് കൊണ്ടുപോയി.
പരശുരാമൻ ആ സമയത്ത് ആശ്രമത്തിലില്ലായിരുന്നു. അദ്ദേഹം തന്റെ തപസ് കഴിഞ്ഞ് മടങ്ങിവരുമ്പോൾ കണ്ടത് യുദ്ധക്കളം പോലെ കിടക്കുന്ന തന്റെ പ്രിയപ്പെട്ട ഇടമാണ്. മരങ്ങൾ വെട്ടിവീഴ്ത്തിയിരിക്കുന്നു. യാഗശാല തകർക്കപ്പെട്ടിരിക്കുന്നു. നിലത്തു വീണുകിടക്കുന്ന അച്ഛനെയും കരയുന്ന അമ്മയെയും കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ചോര തിളച്ചു. കാർത്തവീര്യാർജുനന്റെ അഹങ്കാരത്തെക്കുറിച്ചറിഞ്ഞപ്പോൾ പരശുരാമൻ തന്റെ ആയുധങ്ങൾ കയ്യിലെടുത്തു. പരശുരാമൻ തന്റെ പ്രശസ്തമായ കോടാലിയും വില്ലുമെടുത്ത് മഹിഷ്മതിയിലേക്ക് കുതിച്ചു. അദ്ദേഹം ഒറ്റയ്ക്കായിരുന്നു. പക്ഷേ ആ കരുത്തിനു മുന്നിൽ ലോകം തന്നെ വിറച്ചു. കാറ്റിൽ പറക്കുന്ന അദ്ദേഹത്തിന്റെ ജടയും കത്തുന്ന കണ്ണുകളും കണ്ടപ്പോൾ തന്നെ പലരും ഭയന്നോടി. നഗരവാതിൽക്കലെത്തിയ പരശുരാമൻ ഒരു ഭീകരമായ സിംഹഗർജനം നടത്തി. സഹസ്രാർജുനന്റെ സൈന്യം അദ്ദേഹത്തെ തടയാൻ ശ്രമിച്ചു. എന്നാൽ പരശുരാമന്റെ ഓരോ വെട്ടും ഓരോ സൈന്യത്തെ തന്നെ ഇല്ലാതാക്കി. രക്തത്തിന്റെ പുഴകൾ മഹിഷ്മതിയുടെ തെരുവുകളിൽ ഒഴുകി. പരശുരാമൻ കാർത്തവീര്യാർജുനന്റെ കൊട്ടാരത്തിലെത്തി. 1000 കൈകളിലും ആയുധങ്ങളുമായി രാജാവ് പുറത്തുവന്നു. അവർ തമ്മിൽ ഘോരമായ യുദ്ധം നടന്നു. കാർത്തവീര്യാർജുനൻ തന്റെ 1000 കൈകൾ കൊണ്ട് അമ്പുകൾ തൊട്ടു. എന്നാൽ പരശുരാമൻ ആ അമ്പുകളെല്ലാം വായുവിൽ വെച്ച് തന്നെ തകർത്തു. ആ മഴുവിന്റെ വേഗതയെ നേരിടാൻ 1000 കൈകൾക്കും കഴിഞ്ഞില്ല. രാജാവിന്റെ ഓരോ കൈയും വില്ലും പരശുരാമൻ തന്റെ മഴുകൊണ്ട് ഛേദിച്ചുകൊണ്ടിരുന്നു. രക്തം ചിതറിത്തെറിച്ചു. കൊട്ടാരമുറ്റത്ത് കൈകളുടെ കൂമ്പാരമായി മാറി. അവസാനം 1000 കൈകളും നഷ്ടപ്പെട്ട് ഒരു മരം പോലെ രാജാവ് വീണു. പരശുരാമൻ അദ്ദേഹത്തിന്റെ ശിരസ്സറുത്തു. അഹങ്കാരത്തിന്റെ ആ തല കൊട്ടാരമുറ്റത്തുരുണ്ടു വീണു. സൈന്യം ഭയന്നു വിറച്ചു. പരശുരാമൻ കാമധേനുവിനെ മോചിപ്പിച്ച് വിജയശ്രീലാളിതനായി ആശ്രമത്തിലേക്ക് തിരിച്ചുവരുന്നു. ആശ്രമത്തിൽ തിരിച്ചെത്തിയ പരശുരാമനെ അച്ഛൻ ഉപദേശിച്ചു. മകനെ, ഒരു ബ്രാഹ്മണനെ ഇത്രയധികം കോപം പാടില്ല. നീ ചെയ്തതൊരു രാജാവിനെ വധിക്കുകയാണ്. അതു വലിയൊരു പാപമാണ്. ഇതിന് പ്രായശ്ചിത്തമായി നീ 1 വർഷം തീർത്ഥയാത്ര നടത്തണം. അച്ഛന്റെ വാക്കനുസരിച്ച് പരശുരാമൻ തന്റെ ആയുധങ്ങൾ അവിടെ വെച്ച് തീർത്ഥയാത്രയ്ക്ക് പുറപ്പെട്ടു. എന്നാൽ രാജാവിന്റെ മക്കൾ തന്റെ അച്ഛന്റെ മരണത്തിന് പ്രതികാരം ചെയ്യാൻ തക്കം പാർത്തിരുന്നു എന്നത് ആരും ശ്രദ്ധിച്ചില്ല. പരശുരാമൻ തീർത്ഥയാത്രയ്ക്കായി പോയ സമയം കാർത്തവീര്യാർജുനന്റെ പുത്രന്മാർക്ക് ഏറ്റവും വലിയ അവസരമായിരുന്നു. തങ്ങളുടെ അച്ഛനെ വധിച്ച ആ പോരാളിയെ നേരിടാൻ അവർക്ക് ധൈര്യമില്ലായിരുന്നു. അതുകൊണ്ടവർ മറ്റൊരു ക്രൂരമായ മാർഗം തിരഞ്ഞെടുത്തു. സൈന്യത്തോടൊപ്പം അവർ നിശബ്ദമായി ജമദഗ്നിയുടെ ആശ്രമത്തിൽ അതിക്രമിച്ചു കയറി. ഒരു ശത്രുവിനെയും പ്രതീക്ഷിക്കാതെ ധ്യാനത്തിലിരുന്ന മഹർഷിക്ക് നേരെ അവർ ആയുധങ്ങൾ ഉയർത്തി. രേണുകാദേവി നിലവിളിച്ചുകൊണ്ട് തന്റെ ഭർത്താവിനെ രക്ഷിക്കാൻ ഓടിവന്നു. എന്നാൽ ക്രൂരരായ ആ രാജപുത്രന്മാർ അവരെ തള്ളിമാറ്റി. ജമദഗ്നി മഹർഷി തന്റെ കണ്ണുകൾ തുറന്നില്ല. അദ്ദേഹം ധ്യാനത്തിലായിരുന്നു. അദ്ദേഹത്തിനു ചുറ്റും ശാന്തിയുടെ പ്രഭയുണ്ടായിരുന്നു. എങ്കിലും പ്രതികാരം കണ്ണുമഞ്ഞളിപ്പിച്ച ആ യുവാക്കൾ മഹർഷിയുടെ തല വെട്ടിമാറ്റി. ആശ്രമമുറ്റത്ത് ആ പവിത്രമായ ശിരസ് അറ്റുവീണു. തന്റെ ഭർത്താവിന്റെ വേർപാടിൽ തകർന്നുപോയ രേണുകാദേവി തന്റെ നെഞ്ചിലടിച്ചു കരഞ്ഞു. ആ നിലവിളി വനങ്ങളിലൂടെ പടർന്നു. തന്റെ മകനായ രാമനെ വിളിച്ചുകൊണ്ട് അവൾ 21 തവണ നിലവിളിച്ചു. ഓരോ വിളിയും പ്രകൃതിയെപ്പോലും നടുക്കുന്നതായിരുന്നു. പിതാവിന്റെ വധമറിഞ്ഞ് തീർത്ഥയാത്ര കഴിഞ്ഞെത്തിയ പരശുരാമൻ കണ്ടത് രക്തത്തിൽ കുളിച്ചുകിടക്കുന്ന തന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ ഉടലാണ്. ആ കാഴ്ച പരശുരാമന്റെ ഉള്ളിലെ ബ്രാഹ്മണനെ എന്നേക്കുമായി ശമിപ്പിച്ചു. പകരം അവിടെ ഒരു അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചു. തന്റെ അമ്മയുടെ ആ 21 നിലവിളികൾ അദ്ദേഹത്തിന്റെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. അദ്ദേഹം ആ മുറിച്ചുമാറ്റപ്പെട്ട പിതാവിന്റെ ശിരസിനു മുന്നിൽ വെച്ച് അത്യന്തം ഭീകരമായ ഒരു ശപഥം ചെയ്തു. ഈ ഭൂമിയിലെ അധർമ്മികളായ സകല ക്ഷത്രിയ വംശത്തെയും ഞാൻ 21 തവണ തുടച്ചു നീക്കും. പരശുരാമൻ തന്റെ ആയുധങ്ങളെടുത്തു. ഇത്തവണ അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനായിരുന്നില്ല. സാക്ഷാൽ കാലഭൈരവന്റെ രൂപമായിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹം ഹൈഹയ വംശജരെ വേട്ടയാടാൻ തുടങ്ങി. രാജപുത്രന്മാരെയും അവരുടെ സൈന്യത്തെയും അദ്ദേഹം നശിപ്പിച്ചു. മഹിഷ്മതി നഗരം വീണ്ടും രക്തത്തിൽ മുങ്ങി. പിതാവിന്റെ ഘാതകരെ അദ്ദേഹം ഓരോരുത്തരായും തിരഞ്ഞുപിടിച്ചു വധിച്ചു. അവിടെയും അദ്ദേഹം അവസാനിപ്പിച്ചില്ല. ലോകമെമ്പാടുമുള്ള അഹങ്കാരികളായ രാജാക്കന്മാരെ അദ്ദേഹം വെല്ലുവിളിച്ചു. ക്ഷത്രിയരുടെ അഹങ്കാരം ലോകത്തിന്റെ നന്മയ്ക്ക് തടസ്സമാണെന്ന് അദ്ദേഹം കരുതി. ഓരോ തവണയും അദ്ദേഹം ക്ഷത്രിയ വംശത്തെ ഉന്മൂലനം ചെയ്യും. വീണ്ടും എവിടെയെങ്കിലും അവശേഷിക്കുന്നവർ വളർന്നു വരുമ്പോൾ വീണ്ടും അദ്ദേഹം ആയുധമെടുക്കും. അങ്ങനെ 21 വട്ടമാണ് അദ്ദേഹം ലോകം മുഴുവൻ തന്റെ മഴുവിനാൽ ശുദ്ധീകരിച്ചത്. സമന്തപഞ്ചകമെന്ന സ്ഥലത്ത് അദ്ദേഹം 5 വലിയ രക്തക്കുളങ്ങൾ നിർമ്മിച്ചു. കൊല്ലപ്പെട്ട രാജാക്കന്മാരുടെ രക്തം കൊണ്ട് ആ കുളങ്ങൾ നിറഞ്ഞു. ആ രക്തം കൊണ്ട് അദ്ദേഹം തന്റെ പിതാവിന്റെ ആത്മാവിന് തർപ്പണം നടത്തി. ആ കാഴ്ച കണ്ട ദേവന്മാർ പോലും നടുങ്ങിപ്പോയി. ഭൂമിയിലെ അനീതി മുഴുവൻ തന്റെ ആയുധത്താൽ കഴുകിക്കളഞ്ഞ അദ്ദേഹം
പിന്നീട് ശാന്തനായി. താൻ കീഴടക്കിയ ഭൂമി മുഴുവൻ കശ്യപ മഹർഷിക്ക് ദാനം ചെയ്യാൻ അദ്ദേഹം തീരുമാനിച്ചു. ബ്രാഹ്മണന്റെ കയ്യിൽ രാജ്യമിരിക്കാൻ പാടില്ലെന്ന ധർമ്മം അദ്ദേഹം പാലിച്ചു. ഇനി എനിക്കൊരിടം വേണമെന്ന് അദ്ദേഹം കരുതി. എന്നാൽ ദാനം ചെയ്ത ഭൂമിയിൽ നിൽക്കാൻ അദ്ദേഹത്തിന് അവകാശമില്ലായിരുന്നു. അദ്ദേഹം ദക്ഷിണ സമുദ്ര തീരത്തേക്ക് പോയി. സമുദ്രത്തോട് പിന്മാറാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. സമുദ്രദേവൻ അനുസരിക്കാതിരുന്നപ്പോൾ പരശുരാമൻ തന്റെ മഴു എറിഞ്ഞു. മഴു വീണ ദൂരം വരെ സമുദ്രം പിന്മാറുകയും അവിടെ പുതിയൊരു കരപ്രദേശം രൂപം കൊള്ളുകയും ചെയ്തു. അതാണ് കേരളം ഉൾപ്പെടുന്ന പരശുരാമക്ഷേത്രം. ആ പ്രദേശത്തെ അദ്ദേഹം ബ്രാഹ്മണർക്കും തന്റെ അനുയായികൾക്കും വസിക്കാനായി നൽകി. പിന്നീട് അദ്ദേഹം തന്റെ പക്കലുണ്ടായിരുന്ന ആയുധങ്ങൾ ഓരോന്നായി നദിയിൽ എറിഞ്ഞുകളഞ്ഞു. ആയുധങ്ങൾ ഉപേക്ഷിച്ച അദ്ദേഹം ഒരു പരമ തപസ്വിയായി മാറി. മഹേന്ദ്ര പർവ്വതത്തിലേക്ക് പോയി അദ്ദേഹം ഘോരമായ തപസ് ആരംഭിച്ചു. ഇന്നും ആ പർവ്വതനിരകളിൽ അദ്ദേഹം ആത്മീയ ശോഭയോടെ വസിക്കുന്നുവെന്നാണ് വിശ്വാസം. തന്റെ അമ്മയുടെ ഓരോ നിലവിളിക്കും അദ്ദേഹം പകരം ചോദിച്ചു കഴിഞ്ഞിരുന്നു. എങ്കിലും ആ മഴുവിന്റെ മുറിപ്പാടുകൾ ലോകചരിത്രത്തിൽ ഇന്നും മായാതെ കിടക്കുന്നു. പരശുരാമൻ ചെയ്ത ആ മഹാത്യാഗവും ക്രോധവും ലോകത്തിനൊരു മുന്നറിയിപ്പായിരുന്നു. അധികാരം അഹങ്കാരമായാൽ കാലമൊരു മഴുവിന്റെ രൂപത്തിൽ അവതരിക്കുമെന്ന ഓർമ്മപ്പെടുത്തൽ. ഈ അധ്യായം ഭാരതീയ ഇതിഹാസത്തിലെ ഏറ്റവും രക്തരൂക്ഷിതമായ ഒന്നാണ്. എന്നാൽ ഇത് നശിപ്പിക്കാനല്ല, മറിച്ച് പുതിയൊരു ലോകം പണിയാൻ വേണ്ടിയുള്ള ശുദ്ധീകരണമായിരുന്നു. പരശുരാമന്റെ 21 വട്ടത്തെ പര്യടനം കഴിഞ്ഞപ്പോൾ ലോകം മുഴുവൻ ഒരു വലിയ നിശബ്ദതയിലായി. അഹങ്കാരികളായ രാജാക്കന്മാരില്ലാതായതോടെ ഭൂമി വീണ്ടും ധർമ്മത്തിന്റെ പാതയിലേക്ക് മടങ്ങി. എന്നാൽ ആ ആയുധവീര്യത്തിന്റെ കരുത്ത് ഇപ്പോഴും പരശുരാമന്റെ ഉള്ളിൽ ജ്വലിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. ഈ സമയത്താണ് തന്നിലെ വിഷ്ണു ചൈതന്യം മറ്റൊരു രൂപത്തിൽ അവതരിച്ചിരിക്കുന്നു എന്ന സൂചന അദ്ദേഹത്തിന് ലഭിക്കുന്നത്. അയോധ്യയിലെ ദശരഥപുത്രനായ രാമൻ മിഥിലയിൽ വെച്ച് ശിവധനുസ്സ് ഒടിച്ചു എന്ന വാർത്ത പരശുരാമനെ അത്യന്തം പ്രകോപിതനാക്കി. തന്റെ പരമഗുരുവായ മഹാദേവന്റെ വില്ലൊടിച്ചു എന്നത് പരശുരാമന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. മിഥിലയിൽ നിന്നും അയോധ്യയിലേക്ക് മടങ്ങുന്ന ദശരഥന്റെയും പുത്രന്മാരുടെയും സംഘത്തെ അദ്ദേഹം വഴിമധ്യേ തടഞ്ഞു. പർവ്വതം പോലെ ഉറച്ച ശരീരവും കത്തുന്ന കണ്ണുകളും തോളിൽ തൂങ്ങുന്ന മഴുവുമായി നിൽക്കുന്ന പരശുരാമനെ കണ്ടപ്പോൾ ദശരഥനും സൈന്യവും ഭയന്നു വിറച്ചു. ക്ഷത്രിയ വംശത്തെ ഒന്നടങ്കം മുടിച്ച ആ കാലഭൈരവനെ അവർക്ക് നേരിടാൻ കഴിയില്ലായിരുന്നു. പരശുരാമൻ ഗർജിച്ചുകൊണ്ട് മുന്നോട്ടു വന്നു. ആരാണ് മഹാദേവന്റെ ധനുസ്സു ഭഞ്ജിച്ചത്? ആ ചാബല്യം കാണിച്ച ബാലൻ എവിടെ? അദ്ദേഹം തന്റെ കൈവശമുള്ള ദിവ്യമായ വിഷ്ണുധനുസ്സ് ഉയർത്തിക്കാട്ടി. ശിവധനുസ്സ് പഴകിയതായിരുന്നു. നിനക്ക് ശക്തിയുണ്ടെങ്കിൽ അയോധ്യാരാമ, എന്റെ കയ്യിലുള്ള ഈ വിഷ്ണുധനുസ്സൊന്ന് കുലച്ചു കാണിക്കുക. അതിലൊരമ്പു തൊടുക്കാൻ നിനക്ക് കഴിഞ്ഞാൽ ഞാൻ നിന്റെ വീര്യം അംഗീകരിക്കാം. ഇതൊരു വെല്ലുവിളിയായിരുന്നില്ല, മറിച്ച് ഒരവതാരം മറ്റൊരവതാരത്തിന് നൽകുന്ന അധികാര കൈമാറ്റമായിരുന്നു. ദശരഥൻ തന്റെ മകനുവേണ്ടി പരശുരാമന്റെ പാദങ്ങളിൽ വീണ് അപേക്ഷിച്ചു. എന്നാൽ പുഞ്ചിരിയോടെ മുന്നോട്ടു വന്ന ശ്രീരാമൻ പിതാവിനെ സാന്ത്വനപ്പെടുത്തി. അത്യന്തം വിനയത്തോടെയും എന്നാൽ അചഞ്ചലമായ നിശ്ചയദാർഢ്യത്തോടെയും ശ്രീരാമൻ പരശുരാമന്റെ കയ്യിൽ നിന്നും ആ വിഷ്ണുധനുസ്സു വാങ്ങി. ലോകം മുഴുവൻ ആ നിമിഷം സ്തംഭിച്ചു നിന്നു. വിഷ്ണുവിന്റെ 2 അവതാരങ്ങൾ മുഖാമുഖം നിൽക്കുന്ന ആ കാഴ്ച കണ്ട് ദേവന്മാരും ഗന്ധർവന്മാരും ആകാശത്ത് അണിനിരന്നു. നിസ്സാരമായി, ഒട്ടും ആയാസമില്ലാതെ ശ്രീരാമൻ ആ വിഷ്ണുധനുസ്സു കുലച്ചു. അതിൽ പവിത്രമായ ഒരമ്പ് തൊടുക്കുകയും ചെയ്തു. ആ നിമിഷം പരശുരാമന്റെ ശരീരത്തിലുണ്ടായിരുന്ന വിഷ്ണു ചൈതന്യം പൂർണ്ണമായും ശ്രീരാമനിലേക്ക് ലയിച്ചു ചേർന്നു. തന്റെ ആയുധവീര്യവും അവതാര ലക്ഷ്യവും പൂർത്തിയായെന്ന് പരശുരാമൻ തിരിച്ചറിഞ്ഞു. അദ്ദേഹത്തിന്റെ കണ്ണുകളിലെ ക്രോധം ശമിക്കുകയും പകരം ശാന്തിയുടെ പ്രകാശം അവിടെ നിറയുകയും ചെയ്തു. പരശുരാമൻ ശ്രീരാമനെ തൊഴുതു. പ്രഭോ, അങ്ങ് ആരാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. എന്നിലെ ദൗത്യം അവസാനിച്ചിരിക്കുന്നു. ഇനിയുള്ള കാലം ധർമ്മസംരക്ഷണം അങ്ങയുടെ കൈകളിലാണ്. ശ്രീരാമൻ വില്ലിൽ തൊടുത്ത ആ അമ്പ് പരശുരാമൻ തന്റെ തപശക്തി കൊണ്ട് നേടിയ ദിവ്യലോകങ്ങൾക്ക് നേരെ തൊടുക്കാൻ ആവശ്യപ്പെട്ടു. അഹങ്കാരം പൂർണ്ണമായും നശിച്ച പരശുരാമൻ തന്റെ തപസ്സിലൂടെ നേടിയ ലോകങ്ങൾ ശ്രീരാമന് സമർപ്പിച്ചു. ഈ കൂടിക്കാഴ്ചയോടെ പരശുരാമൻ തന്റെ സജീവമായ ആയുധ പോരാട്ടങ്ങളിൽ നിന്ന് വിരമിച്ചു. താൻ ജനിച്ചതിൻ്റെയും പ്രവർത്തിച്ചതിൻ്റെയും ഉദ്ദേശം സഫലമായെന്ന് അദ്ദേഹം മനസ്സാൽ അംഗീകരിച്ചു. ശ്രീരാമനെന്ന പൂർണ്ണാവതാരത്തിന് വഴിമാറിക്കൊടുത്ത് അദ്ദേഹം മഹേന്ദ്രപർവ്വതത്തിലേക്ക് മടങ്ങി. ഇതൊരു തോൽവിയായിരുന്നില്ല, മറിച്ച് ഒരു യുഗത്തിന്റെ പൂർത്തീകരണവും മറ്റൊരു യുഗത്തിന്റെ തുടക്കവുമായിരുന്നു. അദ്ദേഹം മഹേന്ദ്രപർവ്വതത്തിലിരുന്ന് ലോകത്തെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. യുഗങ്ങൾ മാറിമറിയുമ്പോൾ അദ്ദേഹം പലർക്കും ഗുരുവായി അവതരിച്ചു.
ഭീഷ്മർക്കും ദ്രോണർക്കും കർണനും ആയുധവിദ്യകൾ പകർന്നു നൽകിയത് ഇതേ പരശുരാമനായിരുന്നു. ബ്രാഹ്മണർക്കും ക്ഷത്രിയർക്കും ഒരുപോലെ ആദരണീയനായ ഒരു മഹാപുരുഷനായി അദ്ദേഹം തന്റെ തപസ്സു തുടർന്നു. യുദ്ധം കൊണ്ട് മാത്രമേ ധർമ്മം പുനഃസ്ഥാപിക്കാൻ കഴിയൂ എന്ന് വിശ്വസിച്ചിരുന്ന പരശുരാമൻ ശ്രീരാമന്റെ ശാന്തതയിൽ ഒരു പുതിയ സത്യം കണ്ടെത്തി. ശക്തിയേക്കാൾ വലുതാണ് ധർമ്മനിഷ്ഠയെന്ന് അദ്ദേഹം ലോകത്തിന് കാട്ടിക്കൊടുത്തു. ആയുധങ്ങൾ ഉപേക്ഷിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ തേജസ്സിന് ഒട്ടും കുറവുണ്ടായില്ല. ഓരോ യുഗത്തിലും നീതിക്ക് ഭംഗം വരുമ്പോൾ പരശുരാമന്റെ ആത്മീയ സാന്നിധ്യം അവിടെ അനുഭവപ്പെടുമെന്ന് പുരാണങ്ങൾ പറയുന്നു. ചിരഞ്ജീവിയായ പരശുരാമൻ ഇന്നും ജീവിക്കുന്നു എന്നാണ് വിശ്വാസം. താൻ സൃഷ്ടിച്ച കേരളത്തിന്റെ തീരങ്ങളിലും ഹിമാലയത്തിന്റെ താഴ്വാരങ്ങളിലും അദ്ദേഹം അദൃശ്യനായി സഞ്ചരിക്കുന്നു. കലിയുഗത്തിന്റെ അന്ത്യത്തിൽ ലോകം അധർമ്മത്തിന്റെ പടുകുഴിയിൽ വീഴുമ്പോൾ കൽക്കി അവതാരത്തിന് തന്റെ ആയുധവിദ്യകൾ പകർന്നു നൽകാൻ അദ്ദേഹം വീണ്ടും പ്രത്യക്ഷപ്പെടും. ആ നിയോഗത്തിനായി അദ്ദേഹം ഇന്നും കാത്തിരിക്കുന്നു. മഴുവേന്തിയ രാമനിൽ നിന്ന് വിഷ്ണുധനുസ്സേന്തിയ രാമനിലേക്കുള്ള ഈ അധികാര കൈമാറ്റം ഭാരതീയ ഇതിഹാസത്തിലെ ഏറ്റവും മനോഹരമായ രംഗങ്ങളിലൊന്നാണ്. സ്വന്തം വ്യക്തിത്വത്തേക്കാൾ വലുതാണ് ലോകനന്മയെന്ന് പരശുരാമൻ ഇവിടെ തെളിയിച്ചു. തന്റെ ശക്തി മുഴുവൻ പുതിയ അവതാരത്തിന് നൽകി അദ്ദേഹം ശാന്തമായ തപസ്സിലേക്ക് മടങ്ങിയത് ഒരു വലിയ പാഠമാണ്. ശ്രീരാമനുമായുള്ള സമാഗമത്തിനു ശേഷം പരശുരാമൻ ഹിമാലയത്തിലെ മഹേന്ദ്രപർവ്വതത്തിലേക്ക് തപസ്സിനായി മടങ്ങിയെങ്കിലും ലോകത്തിന്റെ വിജ്ഞാനദാഹം അദ്ദേഹത്തെ വീണ്ടും കർമ്മപഥത്തിലേക്ക് നയിച്ചു. അദ്ദേഹം കേവലമൊരു പോരാളി മാത്രമല്ല, ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച ആയോധന കലകളുടെ ഗുരു കൂടിയായിരുന്നു. ഭാരതയുദ്ധത്തിലെ ഇതിഹാസങ്ങളായ ഭീഷ്മർ, ദ്രോണർ, കർണൻ എന്നിവരെല്ലാം ആ വിദ്യകൾ സ്വായത്തമാക്കിയത് ഈ മഹാഗുരുവിൽ നിന്നാണ്. ഓരോ ശിഷ്യന്റെയും കഥ പരശുരാമന്റെ ജീവിതത്തിലെ വ്യത്യസ്തമായ മുഖങ്ങളെയാണ് വെളിപ്പെടുത്തുന്നത്. ഗംഗാപുത്രനായ ഭീഷ്മരായിരുന്നു പരശുരാമന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യന്മാരിലൊരാൾ. ബ്രഹ്മചര്യം വ്രതമാക്കിയ ഭീഷ്മർക്ക് തന്റെ ദിവ്യമായ ആയുധവിദ്യകൾ പരശുരാമൻ സന്തോഷത്തോടെ പകർന്നു നൽകി. എന്നാൽ വിധി അവർക്കിടയിൽ ഒരു പരീക്ഷണം കരുതിവച്ചിരുന്നു. കാശി രാജാവിന്റെ മകളായ അംബയെ ഭീഷ്മർ ബലമായി പിടിച്ചുകൊണ്ടുവന്നതും പിന്നീട് അവളെ വിവാഹം കഴിക്കാൻ അദ്ദേഹം വിസമ്മതിച്ചതും വലിയൊരു തർക്കത്തിന് കാരണമായി. നീതി തേടി അംബ പരശുരാമനെ സമീപിച്ചപ്പോൾ തന്റെ ശിഷ്യനോട് അവരെ വിവാഹം കഴിക്കാൻ ഗുരു ആവശ്യപ്പെട്ടു. ഗുരുവാക്യം ലംഘിക്കാൻ ഭീഷ്മർ തയ്യാറായിരുന്നില്ല. എന്നാൽ തന്റെ വ്രതം ഉപേക്ഷിക്കാനും അദ്ദേഹം തയ്യാറായില്ല. ഇത് ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ഘോരമായ യുദ്ധത്തിന് വഴിമാറി. കുരുക്ഷേത്ര ഭൂമിയിൽ വച്ച് ദിവസങ്ങളോളം നീണ്ടുനിന്ന ആ യുദ്ധം ലോകത്തെ അത്ഭുതപ്പെടുത്തി. തന്റെ ഗുരുവിനെതിരെ ആയുധമെടുക്കേണ്ടി വന്നതിൽ ഭീഷ്മർ ദുഃഖിതനായിരുന്നു. എങ്കിലും ധർമ്മം സംരക്ഷിക്കാൻ അദ്ദേഹം പോരാടി. ഒടുവിൽ പരമശിവൻ ഇടപെട്ടാണ് ആ യുദ്ധം അവസാനിപ്പിച്ചത്. തന്റെ ശിഷ്യന്റെ നിശ്ചയദാർഢ്യത്തിൽ പരശുരാമൻ അഭിമാനിക്കുകയാണ് ചെയ്തത്. അടുത്തത് ദ്രോണാചാര്യരുടെ ഊഴമായിരുന്നു. ദരിദ്രനായ ബ്രാഹ്മണനായിരുന്ന ദ്രോണർ പരശുരാമൻ തന്റെ സകല സമ്പത്തും ദാനം ചെയ്യുന്നുവെന്നറിഞ്ഞാണ് അദ്ദേഹത്തെ സമീപിച്ചത്. എന്നാൽ ദ്രോണർ അവിടെ എത്തുമ്പോഴേക്കും പരശുരാമൻ എല്ലാം ദാനം ചെയ്തു കഴിഞ്ഞിരുന്നു. എങ്കിലും ദ്രോണരുടെ ആഗ്രഹം കണ്ടറിഞ്ഞ മഹാഗുരു തന്റെ കൈവശം ബാക്കിയുള്ള ഏറ്റവും വലിയ സമ്പത്തായ ആയോധനവിദ്യയും ദിവ്യമായ അസ്ത്രങ്ങളും അദ്ദേഹത്തിന് പകർന്നു നൽകി. അങ്ങനെയാണ് ദ്രോണർ ലോകത്തിലെ ഏറ്റവും വലിയ ആചാര്യനായി മാറിയത്. എന്നാൽ പരശുരാമന്റെ ജീവിതത്തിലെ ഏറ്റവും വേദനാജനകമായ ശിഷ്യബന്ധം കർണനുമായിട്ടായിരുന്നു. ക്ഷത്രിയരെ പഠിപ്പിക്കില്ല എന്ന വ്രതമെടുത്തിരുന്ന പരശുരാമനെ സമീപിക്കാൻ കർണൻ ഒരു ബ്രാഹ്മണ വേഷം ധരിച്ചു. കർണന്റെ കഴിവിൽ പ്രീതനായ ഗുരു തന്റെ പക്കലുള്ള ഏറ്റവും രഹസ്യമായ ബ്രഹ്മാസ്ത്രവിദ്യകൾ പോലും അവനെ പഠിപ്പിച്ചു. കർണൻ തന്റെ പ്രിയപ്പെട്ട ശിഷ്യനായി മാറി. എന്നാൽ ഒരു ദിവസം ഗുരു കർണന്റെ മടിയിൽ തലവെച്ചുറങ്ങുമ്പോൾ സംഭവിച്ച കാര്യം എല്ലാം മാറ്റിമറിച്ചു. കർണന്റെ തുടയിൽ ഒരു വണ്ട് കടിക്കുകയും രക്തമൊഴുകുകയും ചെയ്തു. എന്നിട്ടും തന്റെ ഗുരുവിന്റെ ഉറക്കം തടസ്സപ്പെടാതിരിക്കാൻ കർണൻ ആ വേദന സഹിച്ച് നിശ്ചലനായിരുന്നു. ഉറക്കമുണർന്ന പരശുരാമൻ രക്തം കണ്ട് ഞെട്ടി. ഇത്രയും വേദന സഹിക്കാൻ ഒരു ബ്രാഹ്മണന് കഴിയില്ലെന്നും ഇതൊരു ക്ഷത്രിയന്റെ വീര്യമാണെന്നും അദ്ദേഹം തിരിച്ചറിഞ്ഞു. ചതിക്കപ്പെട്ടതിൽ മനംനൊന്ത് പരശുരാമൻ കർണനെ ശപിച്ചു. ഏറ്റവും ആവശ്യമുള്ള സമയത്ത് ഞാൻ പഠിപ്പിച്ച വിദ്യകൾ നീ മറന്നുപോകും. ഈ ശാപം കർണന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തമായി മാറി. എങ്കിലും കർണൻ ഗുരുവിനോടുള്ള ഭക്തിക്ക് ഒട്ടും കുറവുണ്ടായിരുന്നില്ല. പരശുരാമൻ തന്റെ ശിഷ്യന്മാരിലൂടെ ലോകത്തിന് ആയുധത്തിന്റെയും ധർമ്മത്തിന്റെയും ബാലപാഠങ്ങൾ നൽകുകയായിരുന്നു. ശിഷ്യന്മാർ തെറ്റു ചെയ്യുമ്പോൾ അവരെ തിരുത്താനും ശാസിക്കാനും അദ്ദേഹം മടിച്ചില്ല. ലോകത്തിലെ ഏറ്റവും വലിയ യോദ്ധാക്കളെ വാർത്തെടുത്ത ആ പണിശാല മഹേന്ദ്രപർവ്വതത്തിന്റെ ശാന്തതയിലായിരുന്നു. പരശുരാമൻ തന്റെ ശിഷ്യന്മാരോട് എപ്പോഴും ഒരു കാര്യം ഓർമ്മിപ്പിച്ചിരുന്നു:
ആയുധം അഹങ്കാരത്തിനുള്ളതല്ല, മറിച്ച് ദുർബലരെ സംരക്ഷിക്കാനുള്ളതാണ്. ഭീഷ്മരുടെയും ദ്രോണരുടെയും കർണന്റെയും ജീവിതത്തിൽ ഈ പാഠങ്ങൾ പലതരത്തിൽ സ്വാധീനം ചെലുത്തി. അവർ പരസ്പരം പോരാടിയപ്പോഴും ആ വിദ്യകളുടെ ഉറവിടം പരശുരാമന്റെ തപശക്തിയായിരുന്നു. തന്റെ ശിഷ്യന്മാർ വഴി അദ്ദേഹം ലോകചരിത്രത്തിലെ ഏറ്റവും വലിയ യുദ്ധമായ മഹാഭാരതത്തിന് അടിത്തറ പാകി. ഇന്നും കളരിപ്പയറ്റ് പോലുള്ള ആയോധന കലകളുടെ ആദിഗുരുവായി പരശുരാമനെയാണ് ആരാധിക്കുന്നത്. കേരളത്തിലെയും ഭാരതത്തിലെയും മിക്ക ആയോധന കലകളും അദ്ദേഹത്തിന്റെ വിദ്യകളിൽ നിന്നുത്ഭവിച്ചതാണ്. ഒരു ഗുരുവെന്ന നിലയിൽ അദ്ദേഹം പകർന്നു നൽകിയ വിജ്ഞാനം യുഗങ്ങൾ കടന്നും നിലനിൽക്കുന്നു. കായികമായ കരുത്തിനേക്കാൾ മാനസികമായ അച്ചടക്കത്തിനാണ് അദ്ദേഹം മുൻഗണന നൽകിയിരുന്നത്. പരശുരാമന്റെ ശിഷ്യബന്ധങ്ങൾ സ്നേഹവും കോപവും നീതിയും കലർന്നതായിരുന്നു. തന്റെ ഗുരുവായ പരമശിവനിൽ നിന്ന് ലഭിച്ച വിജ്ഞാനം ലോക നന്മയ്ക്കായി അദ്ദേഹം വിതരണം ചെയ്തു. ഭീഷ്മരോട് യുദ്ധം ചെയ്തപ്പോഴും കർണനെ ശപിച്ചപ്പോഴും അദ്ദേഹം തന്റെ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ചില്ല. സത്യം തുറന്നു പറയാൻ തന്റെ ശിഷ്യനെ പ്രേരിപ്പിച്ച ആ ശാപം പോലും ലോകത്തിന് വലിയൊരു പാഠമായിരുന്നു. മഹേന്ദ്ര പർവ്വതത്തിന്റെ മുകളിൽ ഇന്നും അദ്ദേഹം ആത്മീയ ഗുരുവായ തപസ് ചെയ്യുന്നുവെന്നാണ് വിശ്വാസം. അർഹരായവർക്ക് ഇന്നും അദ്ദേഹം വിദ്യകൾ ഉപദേശിക്കാറുണ്ട് എന്നു പറയപ്പെടുന്നു. ചിരഞ്ജീവിയായ അദ്ദേഹം ഓരോ യുഗത്തിലും തന്റെ ദൗത്യം തുടരുന്നു. ആയുധങ്ങൾ കൊണ്ട് തുടങ്ങിയ തന്റെ ജീവിതം ജ്ഞാനം കൊണ്ട് അദ്ദേഹം പരിപൂർണമാക്കി. ഭാരതഭൂമിയെ ക്ഷത്രിയ നിഗ്രഹം വഴി ശുദ്ധീകരിച്ച പരശുരാമൻ താൻ കീഴടക്കിയ ഭൂമി മുഴുവൻ കശ്യപ മഹർഷിക്ക് ദാനം ചെയ്തു. ദാനം ചെയ്ത ഭൂമിയിൽ പിന്നീട് വസിക്കുന്നത് ധർമ്മത്തിനു വിരുദ്ധമാണെന്ന് അദ്ദേഹം കരുതി. അതിനാൽ തനിക്ക് വസിക്കാനായി സമുദ്രത്തിൽ നിന്ന് പുതിയൊരു പ്രദേശം വീണ്ടെടുക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. ഈ തീരുമാനമാണ് ഭാരതത്തിന്റെ പടിഞ്ഞാറൻ തീരത്തുള്ള കേരളം എന്ന മനോഹരമായ നാടിന്റെ ജനനത്തിന് കാരണമായത്. ഈ പ്രദേശം ഇന്നും പരശുരാമ ക്ഷേത്രമെന്നാണ് അറിയപ്പെടുന്നത്. പരശുരാമൻ ഗോകർണത്തെത്തി സമുദ്രദേവനായ വരുണനെ പ്രാർത്ഥിച്ചു. തനിക്ക് തപസ് ചെയ്യാനായി അല്പം ഭൂമി വിട്ടു നൽകാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. തന്റെ കയ്യിലുള്ള ദിവ്യമായ മഴു സമുദ്രത്തിലേക്കെറിയുമെന്നും അത് വീഴുന്നിടം വരെ സമുദ്രം പിന്മാറണമെന്നും അദ്ദേഹം വരുണദേവനോട് പറഞ്ഞു. പരശുരാമന്റെ തപശക്തിക്ക് മുന്നിൽ വരുണൻ വഴങ്ങി. പരശുരാമൻ തന്റെ സർവശക്തിയും ആവാഹിച്ച് ആ മഴു സമുദ്രത്തിലേക്കെറിഞ്ഞു. മഴു വായുവിൽ ഒരു മിന്നൽ പിണർ പോലെ പാഞ്ഞു. അത് കന്യാകുമാരി വരെ എത്തിയപ്പോൾ സമുദ്രം പതഞ്ഞുകൊണ്ട് പിന്മാറാൻ തുടങ്ങി. സമുദ്രത്തിനടിയിൽ നിന്ന് പച്ചപ്പാർന്ന പർവ്വതങ്ങളും താഴ്വരകളും ഉയർന്നുവന്നു. മഴു വീണ ആ ഭാഗം കേരളം മുതൽ ഗോവ വരെയുള്ള സഹ്യാദ്രി താഴ്വരയായി മാറി. ഉപ്പുവെള്ളം നിറഞ്ഞ ആ മണ്ണ് കൃഷിക്കും മനുഷ്യവാസത്തിനും യോഗ്യമാക്കാൻ പരശുരാമൻ നാഗങ്ങളെ വിളിച്ചുവരുത്തി. നാഗങ്ങൾ ആ മണ്ണിലെ വിഷാംശം വലിച്ചെടുത്ത് അതിനെ ഫലഭൂയിഷ്ടമാക്കി മാറ്റി. പുതിയ ഭൂമി നിർമ്മിച്ച ശേഷം പരശുരാമൻ ഉത്തരേന്ത്യയിൽ നിന്ന് 64 ബ്രാഹ്മണ കുടുംബങ്ങളെ അവിടെ കുടിയിരുത്തി. ഈ പ്രദേശത്തെ 64 ഗ്രാമങ്ങളായി അദ്ദേഹം വിഭജിച്ചു. ഓരോ ഗ്രാമത്തിനും കൃത്യമായ നിയമങ്ങളും ആചാരങ്ങളും അദ്ദേഹം നൽകി. ജനങ്ങൾക്ക് ആയുധം പ്രയോഗിക്കാനും സ്വയം പ്രതിരോധിക്കാനും വേണ്ടി അദ്ദേഹം 108 കളരികൾ സ്ഥാപിച്ചു. കേരളത്തിന്റെ തനത് ആയോധന കലയായ കളരിപ്പയറ്റ് ഇന്നും പരശുരാമന്റെ വിദ്യകളായാണ് കണക്കാക്കപ്പെടുന്നത്. ഭരണസൗകര്യത്തിനായി അദ്ദേഹം നാട്ടുകാരെ വിവിധ തൊഴിൽ ഗ്രൂപ്പുകളായി തിരിക്കുകയും ക്ഷേത്രങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു. കേരളത്തിലുടനീളം അദ്ദേഹം 108 ശിവക്ഷേത്രങ്ങളും 108 ഭഗവതി ക്ഷേത്രങ്ങളും പ്രതിഷ്ഠിച്ചു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രം മുതൽ വടക്കൻ മലബാറിലെ ക്ഷേത്രങ്ങൾ വരെ അദ്ദേഹത്തിന്റെ സ്പർശമേറ്റവയാണ്. കേരളത്തിന്റെ സംസ്കാരവും ആചാരങ്ങളും രൂപപ്പെടുത്തുന്നതിൽ പരശുരാമൻ വഹിച്ച പങ്ക് വളരെ വലുതാണ്. എന്നാൽ കേരളത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് ചരിത്രപരമായ ചില ഭിന്നാഭിപ്രായങ്ങളുണ്ടെങ്കിലും ഐതിഹ്യങ്ങളിൽ പരശുരാമൻ തന്നെയാണ് ഈ നാടിന്റെ സൃഷ്ടാവ്. സമുദ്രം പിന്മാറിയുണ്ടായ ഭൂമിയായതുകൊണ്ടാണ് കേരളം ഇന്നും കടൽത്തീരത്തോട് ചേർന്നു നിൽക്കുന്നത്. പരശുരാമൻ ഈ മണ്ണ് നാഗങ്ങൾക്ക് നൽകിയ സ്മരണയ്ക്കായിട്ടാണ് ഇന്നും കേരളത്തിൽ സർപ്പക്കാവുകൾ സംരക്ഷിക്കപ്പെടുന്നത്. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിന് അദ്ദേഹം വലിയ പ്രാധാന്യം നൽകിയിരുന്നു. തന്റെ ദൗത്യങ്ങൾ പൂർത്തിയാക്കിയ ശേഷം പരശുരാമൻ വീണ്ടും മഹേന്ദ്ര പർവ്വതത്തിലേക്ക് മടങ്ങി. അദ്ദേഹം ചിരഞ്ജീവിയായ 8 മഹത് വ്യക്തികളിൽ ഒരാളാണ്. അതായത് ലോകാവസാനം വരെ അദ്ദേഹത്തിന് മരണമുണ്ടാവില്ല. അദ്ദേഹം ഇപ്പോഴും ഹിമാലയത്തിന്റെ ഏതോ നിഗൂഢമായ താഴ്വരകളിൽ തപസ് ചെയ്യുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അർഹരായവർക്ക് ഇന്നും അദ്ദേഹം ദർശനം നൽകാറുണ്ട് എന്ന് ഭക്തർ കരുതുന്നു. ശ്രീരാമ അവതാരത്തിനു ശേഷം ദശാവതാരങ്ങളിലൊന്നായ കൃഷ്ണ അവതാര സമയത്തും പരശുരാമന്റെ സാന്നിധ്യമുണ്ടായിരുന്നു. ഭാരതയുദ്ധത്തിന് മുന്നോടിയായി
അദ്ദേഹം പലർക്കും ഉപദേശങ്ങൾ നൽകി. യുദ്ധം ഒഴിവാക്കാൻ അദ്ദേഹം ആവതം ശ്രമിച്ചെങ്കിലും വിധി മറ്റൊന്നായിരുന്നു. യുഗങ്ങൾ കടന്നുപോകുമ്പോഴും പരശുരാമൻ ഒരു സാക്ഷിയായി ലോകത്തിനു മുകളിൽ നിലകൊള്ളുന്നു. അദ്ദേഹത്തിന്റെ തപസ് ലോകത്തിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്നുവെന്നാണ് സങ്കല്പം. ഭാവിയെക്കുറിച്ച് പുരാണങ്ങൾ പറയുന്നത്, കലിയുഗത്തിന്റെ അന്ത്യത്തിൽ അധർമ്മം അതിന്റെ പരകോടിയിലെത്തുമ്പോൾ പരശുരാമൻ വീണ്ടും പ്രത്യക്ഷപ്പെടുമെന്നാണ്. മഹാവിഷ്ണുവിന്റെ 10ാമത്തെ അവതാരമായ കൽക്കിക്ക് ആയുധവിദ്യകൾ പഠിപ്പിക്കുന്നത് പരശുരാമനായിരിക്കും. ശമ്പല എന്ന ഗ്രാമത്തിൽ കൽക്കി അവതരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഗുരുവായി ഭാർഗവരാമൻ വീണ്ടും മഴു കൈയിലെടുക്കും. അധർമ്മികളെ നിഗ്രഹിക്കാനുള്ള അവസാനത്തെ യുദ്ധത്തിന് അദ്ദേഹം നേതൃത്വം നൽകും. പരശുരാമന്റെ ജീവിതം കോപത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു മിശ്രിതമാണ്. സ്വന്തം പിതാവിന്റെ വധത്തിന് പ്രതികാരം ചെയ്ത പോരാളിയിൽ നിന്ന് ലോകത്തിന് വിജ്ഞാനം നൽകുന്ന ഗുരുവിലേക്കുള്ള മാറ്റം അത്ഭുതകരമാണ്. അദ്ദേഹം നിർമ്മിച്ച ഓരോ നിയമവും ആചാരവും ഇന്നും ഭാരതീയ സംസ്കാരത്തിന്റെ ഭാഗമാണ്. കേരളത്തിന്റെ ഹരിതാഭമായ മണ്ണിലും ഹിമാലയത്തിന്റെ മഞ്ഞുമൂടിയ മലനിരകളിലും അദ്ദേഹത്തിന്റെ നാമം മുഴങ്ങുന്നു. പരശുരാമ അവതാര കഥ ഇവിടെ അവസാനിക്കുന്നില്ല. അത് ഓരോ ഭക്തന്റെയും ഹൃദയത്തിൽ ജീവിക്കുന്നു. അറിവും വീര്യവും ഒത്തുചേർന്ന ആ മഹാപുരുഷന്റെ പാത പിന്തുടരുന്നത് നമുക്ക് കരുത്തും ശാന്തിയും നൽകും. അധർമ്മത്തിനെതിരെ പ്രതികരിക്കാനും ധർമ്മത്തെ മുറുകെ പിടിക്കാനും ഈ ഇതിഹാസം നമ്മെ പഠിപ്പിക്കുന്നു. ഭാർഗവരാമന്റെ മഴു ഇന്നും അനീതിക്ക് നേരെ ഉയർന്നു നിൽക്കുന്നു എന്നാണ് വിശ്വാസം. പരശുരാമ അവതാരത്തെക്കുറിച്ചുള്ള ഈ കഥ ഇവിടെ പൂർത്തിയാകുന്നു. ഈ ഇതിഹാസം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ കഥകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. മറ്റൊരു വിസ്മയിപ്പിക്കുന്ന ഇതിഹാസവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.